അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിൽ നിന്ന് രസമാണ് കേട്ടോ വെക്കണത്. എന്താണെന്നറിയില്ല, വയറിനൊരു സുഖമില്ല കേട്ടോ. അപ്പോൾ ചൂടായിട്ടാ എന്താണെന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ രസം ഉണ്ടാക്കിയിട്ട് കുടിച്ച് അല്ലെങ്കിൽ ചോറ്റൊക്കെ ഒഴിച്ച് തിന്നൊക്കെ ചെയ്താൽ നമ്മൾ വയറിന് നല്ലൊരു സുഖം കിട്ടിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. കിട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ വീഡിയോക്കൊക്കെ ലൈക്ക് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക. അപ്പം ഞാൻ രസം വെക്കാൻ ഇതാ 4 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നുറുക്കിയിട്ടല്ല കേട്ടോ രസം വെക്കണത്. അപ്പം ഞാൻ 4 തക്കാളി ഒന്ന് വേവിച്ചിട്ടാണ് വെക്കണത്. അപ്പം നല്ല വേവണ്ടൊന്നും ആവശ്യമില്ല. ഞാൻ അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഇപ്പുറത്ത് അടുപ്പത് നമ്മൾ കലക്കി പാർന്ന ദോശ തന്നെയാണ് ഇന്ന് ചായക്ക് കടി. അതും കേങ്ങ് മസാല ആവുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് തികയൂല കേട്ടോ. പിന്നെ അത് ഞാനൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ തക്കാളി ഒന്ന് നോക്കി നോക്കട്ടെ. തക്കാളി നല്ല വെന്തുങ്ങാണ്ട് ഇങ്ങോട്ട് വിരിഞ്ഞിതായാലും നമ്മളെ തക്കാളിയുടെ തോല് പോരാൻ ഭയങ്കര പ്രയാസമാവും. തക്കാളി ഒന്നും ഇങ്ങോട്ട് വിണ്ടാലും നമുക്ക് മാങ്ങി വെക്കാട്ടോ നല്ലത്. അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ഇതാ ഞാൻ 4 നാടൻ മുട്ട കിട്ടിയിട്ടുണ്ട് ഇളയച്ചൻ്റെ കൂടെ. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പുഴുങ്ങി എടുക്കട്ടെ. ഒക്കെ രാവിലെ തന്നെ ഇട ചെയ്യണത്. ഉച്ചക്ക് വേണമെങ്കിൽ ഉച്ചക്ക് തിന്നാം, വൈകുന്നേരത്ത് വേണമെങ്കിൽ വൈകുന്നേരത്ത് തിന്നാച്ചിട്ടാണ്. ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് ദോശ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പാരുന്നുണ്ട്. കേങ്ങൊന്നും നുറുക്കി എടുക്കാണ്ട്. കേങ്ങ് കുറച്ച് വലിയതാക്കിയിട്ടാണ് നുറുക്കണത്, നല്ല ചെറുതാക്കിയിട്ടല്ല നുറുക്കണത്. അപ്പോൾ കഴുകി കൊടുന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ശരിയാക്കി എടുക്കാണ്ട് അതിലിടക്ക് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നുറുക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ തോനെടുക്കണ്ട്. പിന്നെ ഒരു തക്കാളി എടുക്കുക. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടാ, വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാനുണ്ട്, അതൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചതച്ച് വെക്കട്ടെ കേട്ടോ. ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേങ്ങ് മസാല ഇറച്ചിയുടെ ചൂരും ചുവയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ദോശ ചുടൽ കഴിഞ്ഞിട്ട് ഞാനൊരു ദോശ ചട്ടിയിൽ വെച്ചിരുന്നു, ഒന്ന് കറുമുറ് ആവാൻ വേണ്ടിങ്ങാണ്ട്. അവസാനത്തെ ദോശ അങ്ങനെ മാങ്ങിയിട്ട് ചൂടോടുക്കനെ തിന്നാൻ നല്ല രസമാണല്ലോ. അതിലിടയ്ക്ക് ഞാൻ തക്കാളിയൊക്കെ മാങ്ങി വെച്ചിട്ട് ഇതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കേങ്ങ് മസാല എന്നിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിക്ക് വേണ്ടിങ്ങാണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് പാർന്നിക്കണത്. കടുക് ഇട്ട് കൊടുത്തു, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. ഇത് നല്ല ഒന്നും ഇങ്ങോട്ട് മൂത്തോട്ടെ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തതിൻ്റെ ശേഷം ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി വാടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ്. നമുക്ക് വേറെയും ഒരുപാട് പണിയുണ്ടല്ലോ. അപ്പോൾ എല്ലാതും ഒരുമിച്ച് കഴിയാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മളെ കേങ്ങ് നുറുക്കാൻ കുറച്ചും പാടുണ്ടായിരുന്നു കേട്ടോ. നുറുക്കൽ കഴിഞ്ഞു വെച്ചിട്ട് അവിടെ വെച്ചത് അങ്ങനെ മറന്നുങ്ങാണ്ട് ഇപ്പം ദാ അടുപ്പത്തിടാൻ നേരത്തെ എളുപ്പം കടുപുടേനെ നുറുക്കിയിട്ടുണ്ട്. അതിലിടക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാല കൂട്ടണ എന്തൊക്കെയാണ് പറഞ്ഞു തരാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ശക്തിയുടെ മസാലയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിങ്ങാണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഈ മസാലയുടെ പച്ചമണമൊക്കെ പോവോളം ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുക. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലയൊക്കെ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഞാൻ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കിഴങ്ങ് തട്ട് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങ് നുറുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു പൊളി കിഴങ്ങ് എടുത്തിട്ട് 3 കഷ്ണങ്ങളാക്കിയിട്ട് നെയ്സായിട്ട് നുറുക്കട്ടോ. നെയ്സായി നുറുക്കിയാലാണ് തിന്നാനും ഭയങ്കര രസമാണ്. അതിൻ്റെ ശേഷം ഞാൻ തക്കാളി മസാല ഒക്കെ പാടെ ഒരുമിച്ച് കിഴങ്ങൊക്കെ ഒന്ന് കുഴച്ച് കൂട്ടിയിട്ടുണ്ട്. 2-3 മിനിറ്റ് നിന്ന് ഇളക്കി അതിൻ്റെ ശേഷം അത് ഒരു കപ്പ് വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് മൂടി വെക്കുക. അതിൻ്റെ ശേഷം മുട്ടയൊക്കെ നല്ല പുഴുങ്ങി ആയിട്ടുണ്ട്. അത് മാങ്ങി വെച്ചിട്ട് ചോറ്റുങ്കല അടുപ്പത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി എന്ത് ചെയ്യാച്ചിട്ടാ, ഞാൻ തിരുമ്പാല്ലതൊക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ട് വെക്കട്ടെ. കാരണം ചോറിന് വെള്ളം തിളക്കും വേണം. കേങ്ങ് മസാല നല്ല വെള്ളം വറ്റാനുണ്ട്. അപ്പത്തിന് ഇങ്ങനെ ഓരോ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ചിക്കണ്. അപ്പം അതിനൊരു വെള്ളം ഇങ്ങോട്ട് മുക്കിയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാനല്ലതാട്ടോ മുക്കണത്. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. തോനെ ചായ ഒന്നും ഉണ്ടാക്കണില്ല. പിന്നെ അതുമല്ല ഞാൻ മധുരം ചിലപ്പെങ്കിലും ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം ചില സമയങ്ങളിൽ മക്കൾക്കൊന്നും ചായൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം ചായ കൊടുത്തിട്ട് വല്ലാതെ ശീലാക്കലില്ല. ഇനി കൊടുക്കുകയാണെങ്കിലും ഒരു ഗ്ലാസ് ചായ അളന്ന് മുറിച്ചിട്ട് തന്നെ ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഈ ചായയാണ് നമ്മളെ ശരീരത്തിന് വല്ലാത്ത കേടാണ് കേട്ടോ. അങ്ങനെ ദാരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ഇന്നലത്തെ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ, മനസ്സിനെ വല്ലാതെ വേദനിച്ചു ആ കമൻറ്റ് കേട്ടോ.
എങ്ങനായാലും പോലെ എല്ലാ വിഷമങ്ങളും പടച്ചോൻ മാറ്റി കൊടുക്കട്ടെ, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മൊന്തയിൽ ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് അടച്ച് വെക്കട്ടെ കേട്ടോ. ഒന്നാൽ ഞാൻ ചൂടോടുക്കനെ അത് തിളച്ച മാതിരി ആയിക്കോളും. ഇതൊക്കെ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യാണ്. അതിൻ്റെ ശേഷം നമുക്ക് കടൽ കണ്ണൻ്റെ മീനാട്ടൊക്കെ കിട്ടിയിരിക്കണത്. അപ്പോൾ ഞാൻ തോനൊന്നും എടുത്തിട്ടില്ല, ലേസ് എടുത്തുങ്ങാണ്ട് മസാല കൂട്ടി വെക്കട്ടെ. നല്ല എരിവും പുളിയൊക്കെ ഒന്ന് പൊടിച്ചോട്ടെ കേട്ടോ. എനിക്ക് ഈ മീൻ ഇഷ്ടമില്ല, ഞാൻ സ്രാവുണ്ട് പൊരിച്ചത്, അത് കൂട്ടാൻ വേണ്ടിങ്ങാണ്ടാണ്. അതിലിടക്ക് നമ്മളെ കേങ്ങും കൂട്ടാനൊന്ന് തുറന്നു നോക്കുമ്പോൾ നല്ല പാകത്തെ വേവായിട്ടുണ്ട്. അപ്പോൾ ലേസം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും പാടെ ഇങ്ങോട്ട് മൂടി വെക്കുക. ആ ഇറച്ചി മസാലയുടെയും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ സാലിന നമ്മൾ ഈ കേങ്ങൊക്കെയാണ് പൊടിച്ചാൻ വേണ്ടിങ്ങാണ്ടാട്ടെ ചെയ്യണത്. അപ്പോൾ വല്ലാതെ വെള്ളം ഇല്ലാതിരിക്കുകയാണ് നല്ലത്, കാരണം ചോറ്റയ്ക്ക് രസമാണ്. അപ്പം രസം ഒഴിച്ചുങ്ങാണ്ട് ഈ കേങ്ങ് മസാലയും കൂട്ടി ചോറുന്നാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മസാല കൂട്ടാൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചാലൊന്നും തികയില്ലട്ടോ. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണം. പിന്നെ അതുമല്ല ദോശയൊക്കെ തന്നെ മക്കൾ നല്ലോണം തിന്നും. പിന്നെ പൊരിച്ച മീനുണ്ടെങ്കിൽ അത് കൂട്ടും, ഉപ്പേരുണ്ടെങ്കിൽ അത് കൂട്ടും. ഒക്കെ രാവിലെ ഭയങ്കര ചിലവാണ് കേട്ടോ. ഞാൻ എടുക്കണ്ടെന്നൊന്നും പറയില്ല, രാവിലെ ആയതുകൊണ്ട് അത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കൾ നമ്മളെ തന്നെയല്ലേ, നമ്മളെ സ്വഭാവമല്ലേ നമ്മളെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മീനും പാടെ പൊരിച്ചാൻ വെക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇനി തിരുമ്പാനൊക്കെ ഉണ്ട്. അരി തീമട്ടതാണല്ലോ, ഇതൊക്കെ പൊരിയുമ്പോഴത്തേന് നമുക്ക് തിരുമ്പൽ കഴിച്ചാൽ തോനെ തിരുമ്പാനൊന്നും ഉണ്ടാവലില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാക്കിയില്ല പണി കേട്ടോ. അപ്പം ഞാൻ പുളിയൊക്കെ തിരുമ്പി പിഴിഞ്ഞൊരു പാത്രത്തേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ചെറുള്ളി വെള്ളത്തിലുണ്ട്, അത് എടുത്ത് വെക്കാനാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, ഉണക്കമുളകും ഉണ്ട്. ഇനി നമ്മളെ തക്കാളിൻ്റെ വേവ് ഞാൻ ഇങ്ങൾക്ക് കാണിച്ചു തരാം. തക്കാളിൻ്റെ തോല് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ചൂടോ ആയിരുന്നു. അപ്പം അതങ്ങനെ വെച്ചു, വെള്ളമൊന്നും പാർന്നു കൊടുക്കാൻ നിന്നില്ല. കണ്ടില്ല നിങ്ങൾ, ഈ തക്കാളിത്തോല് നമ്മളെ പള്ളക്ക് നല്ലതല്ല. അപ്പം ഇങ്ങനെ പോന്നിട്ട് വെക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ പള്ളയിലാവൂലല്ലോ. പിന്നെ അതുമല്ല ഇത് നമുക്ക് കേടാണ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ തക്കാളിയുടെ ഇതുണ്ടല്ലോ, മൂക്ക് നട ഞാൻ പറിച്ചിൽ, അത് നമ്മൾ അരിഞ്ഞിടുകയാണ് നല്ലത്. എന്നാലാണ് തക്കാളി നല്ല ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കടുകടേനെ നമ്മളെ രസത്തിലാണെങ്കിലും അവിടെ കടക്കും. പിന്നെ ഇതും എടുക്കണത് നല്ലതല്ല, മൂത്രക്കല്ല് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കട്ടെ. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, നമ്മൾ കേട്ടതാണ് നിങ്ങളോട് പറയണത്. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ രസത്തേക്ക് ലേസം കുരുമുളകും അതുപോലെ തോനെ ജീരകം വേണ്ട, ലേസം ജീരകം, ചെറിയ ജീരകം എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കട്ടെ. വല്ലാതെ നൈസായി പൊടിക്കണ്ട, ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക ചെയ്യണത് കേട്ടോ. അതിൻ്റെ ശേഷം അതൊക്കെ കറക്കിയെടുത്ത് കൊടുത്ത് നമ്മളെ ചട്ടിക്കുടുക്ക പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ രസം വെക്കണത്. ഈ ചട്ടി നമ്മളെ മോനൂൻ്റെ ഇരുന്ന് വീണതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മൂട് 2-3 വിള്ളലുണ്ട്. എന്നാലും രസമൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. മീൻകറി ആണെങ്കിലും മൺചട്ടിയിൽ വെച്ചാലാണ് രസം. എന്നാൽ അതിനും വേണ്ടി എനിക്ക് കൂട്ടാൻ കറി ഒന്നും മൺചട്ടിയിൽ വെച്ചാൽ വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് തോന്നും അതിൻ്റെ ടേസ്റ്റ് പോവുക ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ തക്കാളി ഒന്നും ഇങ്ങോട്ട് ഉടക്കാനില്ല പുറപ്പാടാണ്. അപ്പോൾ ചൂടാറിയാൽ ഒന്നിങ്ങോട്ട് ബലം വെക്കുമല്ലോ തക്കാളി, അപ്പോൾ കുറച്ച് ബലം വെച്ചിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, പതുക്കെ ഞാനത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ആ ചട്ടി നല്ലോണം പുകയിൽ തുടങ്ങിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി പൊരിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ചെറുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മൂക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. എല്ലാതും ഒരുമിച്ച് ഇടും ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിങ്ങാണ്ട് അങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുത്തു. അതുപോലെ നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും ചതച്ച് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്നിട്ട് എണ്ണയിൽ ശരിയായിക്കോട്ടെ. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ലേസം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വാണ്ടിങ്ങാണ്ടാട്ടോ. രസമൊന്നും വല്ലാതെ കളറ് ഉണ്ടാവില്ല, പക്ഷെ ഞാനൊരു കളറിന് വാണ്ടിങ്ങാണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കണത്, അല്ലാതെ ഫുഡ് കളറും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ശേഷം ഞാൻ തക്കാളി നല്ല മുരതി ഉടച്ചിരുന്നല്ലോ, അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ പുളി പാർന്നു കൊടുത്തു. അതിനനുസരിച്ച് വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കാരണം രസമൊക്കെ ഇരിക്കും തോറും അതിൻ്റെ രസം കൂടെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര വെള്ളം പാർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വാട്ടുമ്പോൾ 2-3 ഉണക്കമുളകും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതാ ഇപ്പുറത്തെ അടുപ്പത്ത് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് നമ്മൾ രസം നല്ലോണം തിളക്കണുണ്ട്, വല്ലാതെ തിളച്ചിതാവാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. കായപ്പൊടി ഇട്ട് കൊടുക്കുക, കാരണം കായപ്പൊടി ഇടണം നമ്മൾ രസം വെക്കുമ്പോൾ. ചിലോല് ഇത് എന്താണ് കടു പൊട്ടിച്ചുമ്പോൾ 2 മണി ഉലുവ ഇടും. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ കായപ്പൊടി ചേർക്കണുണ്ടല്ലോ വെച്ചിട്ട് ഉലുവ ഇട്ടിട്ടില്ല. അങ്ങനെ നല്ല വെട്ടി തിളച്ചപ്പോൾ ഞാനൊരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വല്ലാതൊന്നും തുളക്കണ്ട, ചെറിയൊരു തള വരണം. അപ്പത്തിന് ഇതാ പപ്പടം പൊരിച്ചാനുണ്ട്, എണ്ണ നല്ലോണം കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ പപ്പടം പൊള്ളയൊന്നും വെക്കണില്ല കേട്ടോ, കാരണം പെരുന്നാൾക്ക് കൊടുന്ന പപ്പടമാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നിട്ടോ, അതാണ് പൊള്ള വരാത്തത്. എന്നാൽ ചിലത് പൊള്ളക്കണുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ കേങ്ങ് മസാല കണ്ടില്ല നിങ്ങൾ, അതുപോലെ രസം കണ്ടില്ല, എന്തോ ഒരു മണാന്ന് വെച്ചിട്ട് അടുക്കളയൊക്കെ വരുമ്പോൾ ആ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ മണാട്ട വരുന്നത്. അപ്പം ഇന്നത്തെ കാര്യം ഇതുകൊണ്ടൊക്കെ ഉണ്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കൂട്ടിയപ്പോൾ വയറിന് നല്ല സുഖം കിട്ടിയിട്ടുണ്ട്. ഒരു വെള്ളമാണെങ്കിലും ഇത് നമുക്ക് കാണാൻ വലിയ ചുരുക്കൊന്നും ഉണ്ടാവില്ല, കൂട്ടാൻ നല്ലതാണ് കേട്ടോ നമ്മളെ പള്ളക്ക്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്.